വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്, ദ ഇന്ത്യസ് നമ്പർ 1 എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നോ യുവർ സെമസ്റ്റർ ആയിട്ടാണ്. അപ്പൊ എന്താണ് ഈ നോ യുവർ സെമസ്റ്റർ? നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സെമസ്റ്ററിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ബേസ് ഐഡിയ ആണ് നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരുടെ നോ യുവർ സെമസ്റ്റർ ആണ് ഇത്? ഇത് ഗ്രൂപ്പ് ബി കാരുടെ നോ യുവർ സെമസ്റ്റർ ആണ്. അപ്പൊ ഈ ഗ്രൂപ്പ് ബിയിൽ വരുന്ന ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ അവർക്ക് വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, അതിന്റെ മാർക്ക് സ്പ്ലിറ്റ് അപ്പ് എങ്ങനെയാണ് വരുന്നത്, അതിന്റെ ഇന്റേണൽ മാർക്ക് എങ്ങനെയാണ്, എക്സ്റ്റേണൽ എക്സാമിനേഷൻ എങ്ങനെയാണ് വരുന്നത്, ആൻഡ് അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ആക്ടിവിറ്റി പോയിന്റ്സ് എത്രയൊക്കെയാണ് നിങ്ങൾ നേടേണ്ടത്. ആക്ടിവിറ്റി പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പഠിച്ചെഴുതുന്ന പേപ്പർ, എക്സാം എഴുതുന്ന പേപ്പറിന് പുറമെ ആയിട്ട് നമുക്ക് അതർ ആക്ടിവിറ്റീസ് ചെയ്താൽ നമുക്ക് ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ട്. സോ ആ ക്രെഡിറ്റ് പോയിന്റ്സ് എങ്ങനെയാണ് വരുന്നത്, ഇയർ ഔട്ട് ആവാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് ഏതൊക്കെ വഴിയിലൂടെയാണ് ഈ ഒരു സെമസ്റ്ററിൽ പോകേണ്ടി വരിക എന്നുള്ളത്. അപ്പൊ ഫ്രഷ് ആയിട്ട് നമുക്ക് ഒരു സെമസ്റ്ററിനെ പറ്റി ഒന്നും അറിയില്ല, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഒന്നും അറിയില്ല എന്നുള്ളവർക്ക് ഇതാണ് ആ ഒരു റൈറ്റ് വേ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ജേർണി എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു ഐഡിയ തരും. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് ബിക്കാർക്കാണ് ഈ ഒരു സെഷൻ, നോ യുവർ സെമസ്റ്റർ സെഷൻ, ഈ ഒരു സെഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗ്രൂപ്പ് ബിയിൽ വരുന്ന ബ്രാഞ്ചസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രൂപ്പ് ബിയിൽ വരുന്ന ബ്രാഞ്ചസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ 4 ബ്രോഡ് കാറ്റഗറീസ് ആയിട്ടാണ് നമ്മുടെ KTU നിങ്ങളുടെ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി ആൻഡ് ഗ്രൂപ്പ് ഡി. അപ്പൊ അതിന് ഗ്രൂപ്പ് ബിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഗ്രൂപ്പ് ബിയിൽ വരുന്നത് ഇലക്ട്രിക്കൽ സയൻസുകാരാണ്. അപ്പൊ ഇലക്ട്രിക്കൽ സയൻസുകാർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് റിലേറ്റഡ് ബ്രാഞ്ചസ് ഒക്കെയാണ് അതിലുണ്ടാവുക. അപ്പൊ അതിൽ വരുന്ന ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, applied electronics and instrumentation engineering, electronics and biomedical engineering, biomedical engineering, electronics and computer engineering, electrical and computer engineering, robotics and artificial intelligence, robotics and automation, BTech electronics engineering, VLSI design and technology, electronics and communication, advanced കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പൊ ഇത്രയൊക്കെ ബ്രാഞ്ചസ് ആണ് നമുക്ക് ഈ ഗ്രൂപ്പ് ബിയുടെ അണ്ടറിൽ വരുന്നത്. സോ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ ബ്രാഞ്ചസിൽ വരുന്ന എല്ലാ ആൾക്കാർക്കും അപ്ലിക്കബിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പോകുന്നത് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് എന്നുള്ളതാണ്. വാട്ട് യു വിൽ ലേൺ, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ കോർ പേപ്പേഴ്സ് എന്ന് നോക്കിയാലോ. സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് പഠിച്ച് എക്സാം, എൻഡ് സെമസ്റ്റർ എക്സാം എഴുതേണ്ട പേപ്പറുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ പൊതുവെ എല്ലാ സ്റ്റുഡൻസിനും പേടി പറയുന്ന സബ്ജക്റ്റ് ആണ് അല്ലെ, ഏതാ? മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട്. സോ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി +2 കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. അപ്പൊ +2 എന്തൊക്കെ കാര്യങ്ങളാണ് എഞ്ചിനീയറിംഗിന് വേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് പ്രീ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് പോയിട്ടുണ്ട്. സോ വീഡിയോസ് കണ്ടിട്ട് ഒന്ന് സെറ്റ് ആയിരിക്കുക. നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ബിടെക്കിന് ഈ ഒരു മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 1 എന്ന് പറയുന്ന പേപ്പറിൽ വരുന്ന ടോപ്പിക്സ് എന്താണ് എന്നുള്ളത് കംപ്ലീറ്റ്ലി നമ്മൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. വളരെ സിമ്പിൾ ആയിട്ടെന്നല്ല, വളരെ പ്രോബ്ലമാറ്റിക് രീതിയിൽ എങ്ങനെയാണ് ഒരു പ്രോബ്ലം കിട്ടിയാൽ സോൾവ് ചെയ്യുന്നത്, വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഏത് സബ്ജക്റ്റും വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി വരുന്ന അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് ഫിസിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ്. ഓൾറെഡി ഫിസിക്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്, അതിന്റെ കുറച്ചും കൂടി കാര്യങ്ങളാണ് ഇവിടെയും വരുന്നത്. ഓൾറെഡി നമ്മൾ +1 +2 ഫിസിക്സ് പഠിച്ച ആൾക്കാരാണ് അല്ലെ. ഇനി കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്ട് കെമിസ്ട്രി പഠിക്കാനുണ്ട്. ഇനി എന്താ വരുന്നത്? എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് ആണ് അടുത്ത ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. ഒന്നല്ല,
എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ എന്താ ഡ്രോയിങ് ആണല്ലേ മെയിൻലി. ഇപ്പൊ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് മസ്റ്റ് ആയിട്ട് ഡ്രോയിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണം. എന്ത് നിങ്ങൾ ചിത്രം വരയ്ക്കുന്നതല്ല, പെയിന്റിങ് അങ്ങനത്തെ സംഭവമല്ല, ഒരു മെഷീനെ എങ്ങനെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആയിട്ട് വരയ്ക്കുക എന്നുള്ളത്. സോ അങ്ങനത്തെ അത്തരത്തില് അപ്പൊ നമുക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് അറിയാം അല്ലെ. ഏതൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റും അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് എന്ത്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഈ സബ്ജക്ട്. ഇനി അടുത്തത് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ഇത് നമ്മുടെ ഒരു കോർ പേപ്പർ ആണ് അല്ലെ. ഇത്രയും നേരം പറഞ്ഞ സബ്ജക്ട്സ് ഒക്കെ നമ്മൾ ജനറൽ സബ്ജക്റ്റുകളാണ്, എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട സബ്ജക്റ്റുകൾ. നമ്മുടെ ബ്രാഞ്ചസിൽ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ബിക്കാർ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സബ്ജക്റ്റ് ആണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ, ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ പഠിക്കുന്ന ഏതൊരു സബ്ജക്റ്റിന്റെയും ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. സോ ഇത് പഠിക്കണ്ടേ, എന്തായാലും പഠിച്ച് നന്നായിട്ട് ഈ ഒരു കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ ആണ്. ഇതൊന്നുമല്ലടാ, അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ് അല്ലെ. അപ്പൊ ഈ പൈത്തൺ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഗ്രൂപ്പ് ബിക്കാർക്ക് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് കോഡിംഗ് സ്കിൽ എന്ന് പറയുന്നത്. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും, ഇപ്പൊ എംബഡഡ് സിസ്റ്റം ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും ഒക്കെ നമുക്കൊരു ബേസിക് കോഡിംഗ് സ്കില്ല് വേണം. സോ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ എന്ന് പറയുന്ന ആ സബ്ജക്ട്. ബേസിക് കോഡിംഗ് സ്കിൽ എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയർക്ക് വേണ്ട മിനിമം സ്കില്ലാണ്. ഓക്കെ അല്ലേ. സോ ഇതിന്റെ ക്രെഡിറ്റ് പോയിന്റ്സ് ഓരോന്നിന്റെയും നോക്കാം. മാത്സിന് വരുന്നത് 3 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്, ഫിസിക്സിന് വരുന്നത് 4 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്, കെമിസ്ട്രിക്ക് വരുന്നത് അഗെയിൻ 4 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്, ഗ്രാഫിക്സ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്ങിന് വരുന്നത് 3 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്. പിന്നെ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വരുന്നത് അഗെയിൻ 4 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്. ആൻഡ് പൈത്തൺ വരുന്നത് 4 പോയിന്റ്സ് ആണ്, 4 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്. അപ്പൊ ഈ ക്രെഡിറ്റ് പോയിന്റ്സിന്റെ ഇമ്പോർട്ടന്റ് എന്താണ് എന്നുള്ളത് നമ്മൾ എവിടെ നിന്ന് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യും നമ്മൾ. അപ്പൊ ഈ ക്രെഡിറ്റ് പോയിന്റ് വെറുതെ എഴുതിയിരിക്കുന്നതല്ല, ഓരോ സബ്ജക്റ്റും അതിൻ്റെതായ രീതിയിൽ കണ്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ലാബ് ആൻഡ് പ്രാക്ടിക്കൽ സെക്ഷൻസ്. അപ്പൊ ലാബ് ആൻഡ് പ്രാക്ടിക്കൽ സെഷൻ, നിങ്ങൾക്ക് ഏതൊക്കെ ലാബുകളാണ് ഈ ഒരു സെമസ്റ്ററിൽ വരുന്നത് നോക്കാം. നിങ്ങൾക്ക് ആകെ ഒരു ലാബാണ് സബ്ജക്റ്റ് പോലെ തന്നെ, ഈ ഒരു സബ്ജക്റ്റ് പോലെ തന്നെ ഒരു പേപ്പർ ആയിട്ട് വരുന്നത്. അതെന്ന് പറയുന്നത് ഏതാടാ, ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ആണ് നിങ്ങളുടെ ഈ കോർ പേപ്പറിന്റെ വർക്ക്ഷോപ്പ്. അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലാബാണ്. അപ്പൊ ഇതിൽ വരുന്ന ക്രെഡിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് 1 ആണ്. 1 ക്രെഡിറ്റ് പോയിന്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ ഒരു ലാബ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതിന് എന്തില്ല, എക്സ്റ്റേണൽ എക്സാമിനേഷൻ വരുന്നില്ല. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫർദർ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ ആ ഒരു ഏരിയയിൽ നോക്കാം. ഇപ്പൊ ഇത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു ലാബാണുള്ളത്, ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്. ക്ലിയർ അല്ലേ. ഇനി അടുത്തത് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗിൽ 2 സബ്ജക്ട് വരുന്നുണ്ട്. ഒന്ന് ഹെൽത്ത് ആൻഡ് വെൽനെസ്സും ഒന്ന് ലൈഫ് സ്കിൽസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനും ആണ്. നമ്മൾ ഇത്രയും സബ്ജക്ട്സ് ഒക്കെ പഠിച്ചു, നമ്മളൊരു എഞ്ചിനീയർ ആണ്. അപ്പൊ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് നമുക്ക് എഞ്ചിനീയറിംഗിന് ആവശ്യമായിട്ടുള്ള ഫിസിക്സ്, മാത്സ്, ഗ്രാഫിക്സ്, നമ്മുടെ കോർ സബ്ജക്ട് പൈത്തൺ, അങ്ങനെ എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിച്ചു. ആസ് എൻ എഞ്ചിനീയർ അല്ലെങ്കിൽ ആസ് എൻ ഏത് പ്രൊഫഷണൽ ആയാലും നമുക്ക് വേണ്ട കുറച്ച് എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ ഒരു ലൈഫിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട സ്കിൽസ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു ജനറൽ അവയർനെസ്, നമുക്ക് ഒരു ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഹെൽത്തിന് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണുള്ളത്, അതിനെ ബേസ് ചെയ്തിട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എല്ലാമാണ് അല്ലേ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 സബ്ജക്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് വരുന്നുണ്ട്, ക്രെഡിറ്റ് പോയിന്റ് 1 ആണ്. ആൻഡ് ഓൾസോ ലൈഫ് സ്കിൽസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്ട് വരുന്നുണ്ട്, അതിനും ക്രെഡിറ്റ് പോയിന്റ് 1 ആണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന് ഇന്റേണൽ ഇവാലുവേഷൻ മാത്രമേ ഉള്ളൂ. സോ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്സ് ആണ്. ഹെൽത്ത് ആൻഡ് വെൽനെസ്സിന് വരുന്നത് 50 മാർക്സ് ആണ്. ആൻഡ് ലൈഫ് സ്കിൽസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് 100 മാർക്സ് ആണ്. അപ്പൊ ഈ സബ്ജക്ട്സും പഠിക്കേണ്ടത് മസ്റ്റ് ആണ്. ക്രെഡിറ്റ് പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് കോളേജസിൽ ടീച്ചേഴ്സ് പറയുന്നതിനനുസരിച്ച് ഫോളോ ചെയ്തിട്ട് ചെയ്യാം. കാരണം കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ ആണ് ഈ സബ്ജക്ട്സിന് വരുന്നത്.
ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ. ഇനി നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും ഞാൻ പറഞ്ഞു കോർ പേപ്പേഴ്സ് ഉണ്ട്, ലാബ് ഉണ്ട്, ആൻഡ് അതുപോലെ എന്താ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ മാർക്ക് സ്പ്ലിറ്റപ്പും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഹൗ യു വിൽ ബി ഇവാലുവേറ്റഡ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവാലുവേഷൻ ചെയ്യുന്നത്, അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഇന്ന മാർക്ക് ഇടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് രണ്ട് സബ്ജക്റ്റിന്റെ മാർക്ക് സ്പ്ലിറ്റപ്പ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഒന്ന് GYMAT 101 എന്ന് പറയുന്ന സബ്ജക്ട് കോഡ് വരുന്ന മാത്തമാറ്റിക്സ്. അപ്പൊ ആ സബ്ജക്റ്റും പിന്നെ GX EST 104 എന്ന് പറയുന്ന സബ്ജക്ട് കോഡ് വരുന്ന സബ്ജക്റ്റും, ദാറ്റ് ബേസിക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ആ ഒരു പേപ്പർ, ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു പേപ്പർ, നമ്മുടെ കോർ പേപ്പർ. അപ്പൊ ഈ രണ്ട് സബ്ജക്റ്റിനും മാർക്ക് സ്പ്ലിറ്റപ്പ് ഏകദേശം സെയിം രീതിയിലാണ് വരുന്നത്. അതായത് ഇന്റേണൽ മാർക്കിന്റെയും എക്സ്റ്റേണൽ മാർക്കിന്റെയും ആ ഒരു സ്പ്ലിറ്റപ്പ് പറയുന്നത് ഏകദേശം സെയിം ആണ്, ഒരുപോലെയാണ് വരുന്നത്. സോ ആ രണ്ട് സബ്ജക്റ്റും എങ്ങനെയാണ് ടീച്ചേഴ്സ് മാർക്ക് ഇടുക എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്റേണൽ അസസ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് CIE മാർക്കാണ്, കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്കാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും അവിടെ നോട്ടീസബിൾ ആണ്. സോ എങ്ങനെയാണ് ആ 40 മാർക്ക് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. ആൻഡ് ഓൾസോ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് 60 മാർക്കാണ്. അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് 60 മാർക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓരോ സബ്ജക്റ്റിന്റെയും. അപ്പൊ എന്താ അത് നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിന്റെയും ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എങ്ങനെയാണ് ഈ മാർക്ക് സ്പ്ലിറ്റപ്പും കാര്യങ്ങളും വരുന്നത് എന്നുള്ളത് ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി ടോട്ടൽ മാർക്സ് വരുന്നത് 100 മാർക്സ് ആണ്. ഓക്കെ അല്ലേ? സോ അതായത് ഈ 40ഉം 60 മാർക്കും കൂടി കൂട്ടിയിട്ട് 100 മാർക്കാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതില് അറ്റൻഡൻസിന് 5 മാർക്കുണ്ട്. അതായത് ഈ 40 മാർക്കിന്റെ കാര്യമാണ് പറയുന്നത്. ഈ 40 മാർക്ക് നമുക്ക് എങ്ങനെയാണ് വാങ്ങാൻ പറ്റുക? കണ്ടിന്യൂസ് ഇന്റേണൽ അസസ്മെന്റിന്റെ മാർക്കാണ്. കണ്ടിന്യൂസ് ഇന്റേണൽ അസസ്മെന്റിന്റെ ഈ മാർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. ആദ്യം അറ്റൻഡൻസിന് 5 മാർക്ക് ഉണ്ട്. പിന്നുള്ളത് അസൈൻമെന്റ് ഓർ മൈക്രോ പ്രൊജക്ട്. അത് ടീച്ചേഴ്സ് തരുന്നത് അനുസരിച്ചാണ്. ചിലർ ചെറിയ മൈക്രോ പ്രൊജക്ട്സ് ചെയ്യാനായിരിക്കും ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ചിലർ അസൈൻമെന്റ്സ് ചെയ്യാനായിരിക്കും ആവശ്യപ്പെടുക. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്താണ് ഒരു 15 മാർക്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ നമുക്ക് എന്താണത് നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്താൽ 5 മാർക്കും കിട്ടും. പിന്നെ ഈ മൈക്രോ പ്രൊജക്ട് അല്ലെങ്കിൽ അസൈൻമെന്റ് പ്രോപ്പർ ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും 15 മാർക്ക് കിട്ടും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അസൈൻമെന്റ്സ് ഒക്കെ അവർ തരുമ്പോൾ നമ്മളൊന്ന് റെഫർ ചെയ്തിട്ട് നമ്മളൊന്ന് പഠിച്ച് പ്രിപ്പയർ ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. എപ്പോഴും ഈ അസൈൻമെന്റ്സ് ഒക്കെ വെക്കുന്നത് പൊതുവെ കോപ്പി ചെയ്ത് വെക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. സോ അങ്ങനെ അല്ലാത്ത രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഇനി 2 ഇന്റേണൽ എക്സാമിനേഷൻ ആണുള്ളത്. 10 മാർക്കിന്റെ 2 ഇന്റേണൽ എക്സാമിനേഷൻ. സോ ഇവിടെ 20, 25 അങ്ങനെ മൊത്തം ഇവിടുത്തെ 15 കൂടി കൂട്ടിയിട്ട് ടോട്ടൽ 40 മാർക്സിനാണ് നമ്മുടെ ഇന്റേണൽ എക്സാമിനേഷൻ വരുന്നത്. പിന്നെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ 60 മാർക്ക്, അങ്ങനെ 100 മാർക്ക്. ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 40 മാർക്ക് ഉണ്ട് അല്ലെ? കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന് 40 മാർക്ക് ഉണ്ട്. ആൻഡ് ഓൾസോ ഇതിന് 60 മാർക്കും ഉണ്ട് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, അങ്ങനെ 100 മാർക്ക്. ഈ 100 മാർക്കിൽ പാസ് ആവാൻ വേണ്ട മിനിമം മാർക്ക് എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, അതായത് ഔട്ട് ഓഫ് 40 നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യണം, പ്ലസ് ഔട്ട് ഓഫ് 60 നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യണം. അങ്ങനെ ടോട്ടൽ മാർക്ക് 50 വരണം. 50 ഔട്ട് ഓഫ് 100 കിട്ടണം. അപ്പോഴാണ് നമ്മൾ പാസ് ആവുക. ആൻഡ് ഇതില് ഈ ഒരു മാർക്കില്ലേ, ഈ 60 മാർക്സ് 60ല് നമുക്കൊരു മിനിമം മാർക്ക് ഉണ്ട്. 60ൽ നമുക്ക് 40% ആണ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. അതായത് 60ന്റെ 40% മാർക്ക് കിട്ടിയാലേ നമ്മൾ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ പാസ് ആവുള്ളൂ. സോ ആ ഒരു എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ മാർക്ക് എന്ന് പറയുന്നത് 60ല് 24 മാർക്ക് വേണം. 60ൽ 24 മാർക്ക്, മിനിമം 40% മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ പാസ് ആവുള്ളൂ. അപ്പൊ അത് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ അതിനനുസരിച്ചുള്ള മാർക്ക് മേടിക്കുക. അപ്പൊ എന്താ, നമ്മൾ ഏറ്റവും മാക്സിമം ഈ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്ക്
നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പത്തെ ഇവിടുത്തെ ഒരു 24 കൂടി കൂട്ടിയിട്ട് എന്തായാലും 50 മാർക്സിന് എബോ നമുക്ക് കിട്ടുമല്ലോ. കാരണം ഇവിടെ ഓൾറെഡി 40 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 24 കൂടി കിട്ടുമ്പോൾ 50ന്റെ എബോ മാർക്ക് എന്തായാലും ഉണ്ടാവും. സോ അപ്പൊ എന്തായാലും പാസ് ആവാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഇന്റേണൽ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഈ ഒരു 2 സബ്ജക്ട്, ഏത് GY MIT 101 മാത്തമാറ്റിക്സിലും പിന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ടും പറയാനുള്ളത്. ഇനി അടുത്തത് വരുന്ന 2 സബ്ജക്റ്റ് ആണ് GB PhD 121 എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റും അതുപോലെ GX CYT 122 എന്ന് പറയുന്ന സബ്ജക്ട്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഇതിന് രണ്ടിന്റെ ഇവാലുവേഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ അതെങ്ങനെയാണ് നോക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 40 മാർക്സും 60 മാർക്സും തന്നെയാണ് ഇതിന്റെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ മാർക്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ മാർക്ക് 40നും അതുപോലെ എക്സ്റ്റേണൽ എക്സാമിനേഷന്റെ മാർക്ക് 60 മാർക്കിനുമാണ്. അപ്പൊ ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ ഈ ഇന്റേണൽ മാർക്ക് ഇടുന്ന സ്പ്ലിറ്റപ്പിലാണ് വ്യത്യാസം. അതെങ്ങനെയാ നോക്കാം. ഇവിടെ ഒരു 5 മാർക്ക് അറ്റൻഡൻസിനുണ്ട് നേരത്തെ പോലെ തന്നെ. പിന്നെ വ്യത്യാസം വരുന്നത് നേരത്തെ അസൈൻമെന്റ് ഓർ മൈക്രോ പ്രൊജക്ടിന് 15 മാർക്കായിരുന്നു അല്ലെ, ഇവിടെ 10 മാർക്ക് കണ്ടിന്യൂസ് അസസ്മെന്റിനാണ്. ആ കണ്ടിന്യൂസ് അസസ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ആ ഒരു സമയത്ത് നോക്കാം. പിന്നെ വരുന്നത് 2 ഇന്റേണൽ എക്സാമിനേഷൻ വരുന്നുണ്ട് 10 മാർക്കിന്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 2 ഇന്റേണൽ എക്സാമിനേഷൻ 10 മാർക്കിന് എന്ന് പറയുമ്പോൾ കോളേജസ് നേരത്തെ പറഞ്ഞതിനും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഈ 10 മാർക്ക് എന്ന് പറയുമ്പോൾ കോളേജസ് അത് ചിലപ്പോൾ 40 എടുക്കാം, 50 എടുക്കാം. എക്സാം അവർക്ക് പല മെത്തേഡിൽ നടത്താം. ഐഡിയലി KTU പറയുന്നത് 40 മാർക്കിന് എക്സാം നടത്തണം എന്നുള്ളതാണ്. സോ ഇന്റേണൽ എക്സാം നടത്താം, എന്നിട്ട് അത് 10ലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ അതിന്റെ മാർക്സ് അത് 2 സീരീസ് ആയിട്ട് നടത്തണം. പിന്നെ വരുന്നത് ഒരു 5 മാർക്സ്, അതെന്ന് പറയുന്നത് ലാബ് എക്സാം ആണ്. സോ ഈ ഒരു 2 സബ്ജക്റ്റിന് ഫിസിക്സിനും കെമിസ്ട്രിക്കും ലാബ് എക്സാം ഉണ്ട്. പക്ഷെ അത് നിങ്ങളുടെ ഇന്റേണൽ മാർക്കിന്റെ കൂടെയാണ് ആഡ് ചെയ്ത് വരിക. ഓക്കെ അല്ലേ? അപ്പൊ ഇന്റേണൽ മാർക്കിലാണ് നമ്മുടെ ലാബ് ചെയ്യുന്നതിന്റെ മാർക്സ് ആഡ് ചെയ്ത് വരുന്നത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതില് കണ്ടിന്യൂസ് അസസ്മെന്റിന്റെ മാർക്കും ഈ ലാബ് എക്സാമിന്റെ മാർക്കും എങ്ങനെയാണ് അവരിടുന്നത് എന്നുള്ളത് നോക്കാം. സോ കണ്ടിന്യൂസ് അസസ്മെന്റ് ആൻഡ് ലാബ് എക്സാമിനേഷൻ 10+15 ആണ്. അതായത് നമ്മൾ ലാബിന് അതിന് KTU കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എത്ര മാർക്ക് ഓരോന്നിനും കൊടുക്കണം എന്നുള്ളത്. നമുക്ക് റെഗുലർ ആയിട്ട് ലാബിൽ എക്സ്പെരിമെന്റ്സ് ഉണ്ടാവും, അത് ചെയ്യാൻ വേണ്ടി പോവുക. അപ്പൊ അവിടെ എങ്ങനെയാണ് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രിപ്പറേഷൻ ആൻഡ് പ്രീ ലാബ് വർക്ക്. ചിലപ്പോൾ ടീച്ചേഴ്സ് എക്സ്പെരിമെന്റ് എഴുതാൻ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പഠിച്ചു വരിക, ലാബില് റെക്കോർഡ് കീപ്പ് ചെയ്യുക, പ്രീ ലാബ് വർക്ക് എന്താണോ അവർ തന്നിട്ടുള്ളത് അതിന് ഒരു 2 മാർക്കുണ്ട്. പിന്നെ വരുന്നത് കണ്ടക്ഷൻ ഓഫ് എക്സ്പെരിമെന്റ് ആണ്. കണ്ടക്ഷൻ ഓഫ് എക്സ്പെരിമെന്റിന് 2 മാർക്സ് ഉണ്ട്. സോ അലമ്പാക്കാതെ നമുക്ക് ഇന്ന് ചെയ്യേണ്ട എക്സ്പെരിമെന്റ് എന്താണ് എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം. അതായത് നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ലാബ് സമയത്ത് സ്ലോ ആക്കുന്ന ഒരു പ്രവണത എപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയില്ലാതെ ഈ ലാബ് അവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇവിടെയും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ അല്ലേ? സോ അതിന് 2 മാർക്സ് ഉണ്ട്, പ്രോപ്പർ ആയിട്ട് ഒബീഡിയന്റ് ആയിട്ട് ആ ഒരു ലാബ് വർക്ക് ചെയ്ത് തീർക്കുന്നതിൽ. പിന്നെ ലാബ് റിപ്പോർട്ട്സ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്, അതിനും എഗെയിൻ എന്തുണ്ടടാ മാർക്സ് ഉണ്ട്. നിങ്ങളുടെ പ്രോപ്പർ ആയിട്ട് ഒരു കോളേജ് പറയുന്ന രീതിയിലുള്ള റെക്കോർഡ് സബ്മിഷന് എന്തുണ്ട് 3 മാർക്സ് ഉണ്ട്. അപ്പൊ എന്തായി? ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 7 മാർക്സ് ഇവിടെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഓരോ ലാബിലും വൈവ വോസ് നടത്തണം എന്നുണ്ട്. വൈവ നടത്തിയിട്ട് അതിൽ നിന്ന് 3 മാർക്സ്. ഓരോ ലാബിലും ചെല്ലുമ്പോഴും നോർമലി ടീച്ചേഴ്സ് ആദ്യമൊക്കെ ചെയ്തിരുന്നത് 3 എന്താ ചെയ്തിരുന്നത്, ഡെയിലി വൈവ എന്നുള്ളൊരു പ്രാക്ടീസ് ആയിരുന്നു. അപ്പൊ അതെന്തിനാ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ KTUവിന്റെ ഇനി ഫർദർ ഹയർ സെമസ്റ്ററിലൊക്കെ വരുന്ന സമയത്ത് എന്താണ് അവിടെ വൈവ വോസ് ഉണ്ട്. ആ വൈവ ചോദിക്കുന്നത് ലാബ് എക്സാമിന് കേട്ടോ, ലാബ് എക്സാമിന് വൈവ ഉണ്ട്. സോ അത് ചോദിക്കുന്നത് ആരാന്നറിയോ? അത് പുറത്തുനിന്നുള്ള ഏതെങ്കിലും കോളേജസിലെ ഫാക്കൽറ്റീസ് ആയിരിക്കും ആ ഒരു വൈവ സെഷൻ കണ്ടക്ട് ചെയ്യുക. സോ അതിലേക്ക് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ വൈവ എങ്ങനെയാ, വൈവ എന്ന് പറയുന്നത് എന്താ ചിലർക്ക് ടെൻഷൻ ഉള്ള കാര്യമായിരിക്കും.
സോ ആ ഒരു പേടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വൈവ ഡെയിലി ബേസിസിൽ നമുക്ക് ഓരോ ലാബിലും നടത്തണം എന്നുള്ളതുണ്ട്. അതിന് 3 മാർക്സ് ഉണ്ട്. സോ ഓരോ ലാബിലും നടത്തിയിട്ടുള്ള വൈവന്റെ മാർക്സ് അനുസരിച്ചിട്ട് അത് 3ലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇന്റേണൽ എക്സാമിനേഷൻ 3. അതിനാണ് ഈ 5 മാർക്ക് വരുന്നത്, ലാബ് എക്സാമിന്റെ 5. അപ്പൊ ഈ 10 മാർക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2, 4, 7, 10 അങ്ങനെയാണ് ഈ 10 മാർക്ക് കിട്ടുന്നത്. പിന്നെ ഈ 5 മാർക്ക് എന്ന് പറയുന്നത് ലാബ് എക്സാമിനേഷന്റെ മാർക്ക്. അങ്ങനെയാണ് ഈ ഒരു കണ്ടിന്യൂസ് അസസ്മെന്റ് പ്ലസ് ഇന്റേണൽ എക്സാമിനേഷന്റെ ഈ 2 മാർക്കും വരുന്നത്. അപ്പൊ 40 മാർക്സ് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ. ആൻഡ് എന്റെ സെമസ്റ്റർ എക്സാമിനേഷന് 100 മാർക്സ്. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി സബ്ജക്റ്റിൽ വരുന്ന മാർക്ക് സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് how you will be evaluated GMEST 103 എന്ന് പറയുന്ന സബ്ജക്റ്റിന് വരുന്ന മാർക്ക്. അപ്പൊ അതായത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആ ഒരു സബ്ജക്റ്റ് ആണ്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് ആണ്. 40 മാർക്സ് ആണ് ഇന്റേണൽ എക്സാമിനേഷന്റെ മാർക്ക് ആൻഡ് 60 മാർക്കാണ് നമ്മുടെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ മാർക്ക്. അറ്റൻഡൻസിന് 5 മാർക്ക് ഉണ്ട് ആൻഡ് അസൈൻമെന്റിന് 10ഉം അതുപോലെ ലാബ് എക്സാമിന് 5 മാർക്കും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഓരോന്നും ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ലാബ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ഡ്രോയിങ്ങിന്റെ ലാബൊക്കെ ആയിരിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് അതിന്റെ മാർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ 15 മാർക്ക് അവിടെ വരുന്നുണ്ട്. ഇതിനുണ്ട് 2 ഇന്റേണൽ എക്സാമിനേഷൻ 10 മാർക്ക് വീതം. ക്ലിയർ അല്ലേ? ഈ ഒരു സബ്ജക്ട് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ പൈത്തന്റെ മാർക്ക് സ്പ്ലിറ്റപ്പ് ആണ്, UCEST 105 എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ മാർക്ക് സ്പ്ലിറ്റപ്പ് നോക്കാം. ഇതിനും എത്ര മാർക്കാ വരുന്നത്? 40 മാർക്ക് ഇന്റേണലും 60 മാർക്ക് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനും ആണ് വരുന്നത്. അറ്റൻഡൻസിന് 5 മാർക്ക് ഉണ്ട് ആൻഡ് ഓൾസോ കണ്ടിന്യൂസ് അസസ്മെന്റ് അക്യുറേറ്റ് എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാമിംഗ് ടാസ്ക്. നമ്മൾ പൈത്തൺ ആണ്. സോ ആ കണ്ടിന്യൂസ് അസസ്മെന്റിൽ നമുക്ക് ലാബ് പ്രാക്ടീസ് ആയിരിക്കും ഉണ്ടാവുക. സോ അതിന് 5 മാർക്സ് വരുന്നുണ്ട്. പിന്നെ ഇന്റേണൽ എക്സാമിനേഷൻ 1ഉം ഇന്റേണൽ എക്സാമിനേഷൻ 2ഉം 10 മാർക്സിന് വീതം നടത്തും. പിന്നെ നമ്മൾ ഓൾറെഡി കണ്ടിന്യൂസ് അസസ്മെന്റിൽ നടത്തിയിട്ടുള്ള ലാബ് ടെസ്റ്റിന്റെ ഫൈനൽ പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ടാവും, ഫൈനൽ എക്സാമിനേഷൻ ഉണ്ടാവും. ദാറ്റ് ഇസ് ഇന്റേണൽ എക്സാമിനേഷൻ 3. ലാബ് എക്സാമിനേഷൻ ആണ്, അത് 10 മാർക്സിന് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു 40 മാർക്കിന്റെ സ്പ്ലിറ്റപ്പ് വരുന്നത് ഇൻ ദിസ് സബ്ജക്ട്. ക്ലിയർ അല്ലേടാ? വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത്, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് തിയറിന്റെ സെക്ഷൻസ് കവർ ചെയ്യുക എന്നുള്ളതാണ് മാർക്ക് സ്പ്ലിറ്റപ്പും. ഇനി വരുന്ന നിങ്ങളുടെ ഒരു ലാബ് വരുന്നത് അതിന്റെ മാർക്ക് സ്പ്ലിറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കണ്ടിന്യൂസ് ഇന്റേണൽ അസസ്മെന്റിന് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന് 50 മാർക്ക് ഉണ്ട് ഫോർ ദിസ് ലാബ് ആൻഡ് പിന്നെ എന്തുണ്ട്, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ അഗെയിൻ 50 മാർക്ക്. അപ്പൊ ഇതിന്റെ മാർക്ക് സ്പ്ലിറ്റപ്പ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. കണ്ടിന്യൂസ് ഇന്റേണൽ അസസ്മെന്റ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ, അതായത് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ നിങ്ങൾ ഡെയിലി പോവുകയാണെങ്കിൽ അറ്റൻഡൻസിന് എന്ത് കിട്ടും? ഫുൾ മാർക്ക് കിട്ടും, 5 മാർക്സ് അത് വരുന്നുണ്ട്. പിന്നെ 45 മാർക്ക് ഈ ഒരു സെമസ്റ്റർ മൊത്തം നിങ്ങൾക്ക് എത്ര ആ ലാബ് ഉണ്ടോ ആ ലാബിൽ മൊത്തം പ്രോപ്പർ ആയിട്ട് അവർ ചെക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ആൻഡ് പ്രീ ലാബ് വർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ടീച്ചേഴ്സ് എന്ത് തരുവാടാ? പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് എഴുതി കൊണ്ടുവരാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റ് സ്റ്റഡി ചെയ്ത് വരാൻ വേണ്ടി പറയും. അപ്പൊ അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവര് വെരിഫൈ ചെയ്യും. അല്ലെങ്കിൽ അതത് കൺസേൺ ഫാക്കൽറ്റീസ് എന്താണ് നിങ്ങളോട് പ്രീ വർക്ക് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. ഇനി എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ആ ലാബിൽ വന്നിട്ട് അന്ന് ടീച്ചർ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ട് ചെയ്ത് തന്നിട്ടുള്ള എക്സ്പെരിമെന്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്ന സെഷനിൽ നോക്കുക. പിന്നെ വരുന്നത് വൈവ ചോദിക്കും. ഓരോ ലാബിലും അതത് ദിവസത്തെ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ട് വൈവ ചോദിക്കും. നിങ്ങൾ അന്ന് ചെയ്ത എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള വൈവ ചോദിക്കും. ഓക്കെ, ഇനി ടൈംലി കംപ്ലീഷൻ ഓഫ് ലാബ് റിപ്പോർട്ട്സ് ഓർ റെക്കോർഡ്. കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഓരോ കോളേജസിനും അവരുടേതായിട്ടുള്ള ഒരു ലാബ് റെക്കോർഡ് ഉണ്ടാവും. അതിൽ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുക, ഫീഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് അനദർ ഇമ്പോർട്ടന്റ് ഒരു പരിപാടിയാണ്. സോ അതിനും മാർക്കുണ്ട്.
സോ ഈ 45 മാർക്ക് ഇതിനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് ഫാക്കൽറ്റീസ് ഡിസൈഡ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇവാലുവേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വർക്ക്ഷോപ്പിന്റെ കേസിൽ. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് വരുന്ന ഈ 50 മാർക്ക് എങ്ങനെയാണ് കിട്ടാൻ നോക്കിയാലോ. അതും ലാബ് എക്സാമിനേഷൻ തന്നെയാണ്. അപ്പൊ അതില് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഹയർ സെമസ്റ്റർ ലാബുകളിൽ പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഫാക്കൽറ്റി ആയിരിക്കും എന്തിനു വരിക, ലാബ് എക്സാമിനേഷന്റെ ഡ്യൂട്ടി ആയിട്ട് വരിക. അതായത് അവരായിരിക്കും ലാബ് എക്സാമിനേഷൻ നടത്തുക, അവരായിരിക്കും ക്വസ്റ്റ്യൻ ഇടുക, അവരായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക. പക്ഷേ ഈ ഫസ്റ്റ് ഇയറിൽ വരുന്ന ഈ ഒരു വർക്ക്ഷോപ്പിന് മാത്രം ഇന്റേണൽ ഇവാലുവേഷനേ ഉള്ളൂ. നിങ്ങളുടെ കോളേജസിൽ ഈ ലാബ് എടുക്കുന്ന കൺസേൺ ഫാക്കൽറ്റീസ് ആരാണോ അവരായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തുക. സോ അതുകൊണ്ടാണ് ഇതിന് ഇന്റേണൽ ഇവാലുവേഷൻ ഓൺലി എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. പ്രൊസീജിയർ, പ്രിപ്പറേഷൻ വർക്ക്, ഡിസൈൻ ആൻഡ് അൽഗോരിതം. നിങ്ങൾക്ക് ലാബ് എക്സാമിന് കയറുമ്പോൾ തന്നെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് അതുപോലത്തെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാം. ആ രീതിയിലേക്കായിരിക്കും. ഓരോ കോളേജസിലെ ഡിഫറെന്റ് മെത്തേഡിലായിരിക്കും അവരെ നടത്തുക. ക്വസ്റ്റ്യൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും, അതിൽ നിങ്ങൾ ചൂസ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ എക്സ്പെരിമെന്റിന്റെ പ്രൊസീജിയർ എഴുതുന്നതിന് മാർക്കുണ്ട്, പ്രിപ്പറേറ്ററി വർക്കിന് മാർക്കുണ്ട്, ഡിസൈനിന്, അൽഗോരിതത്തിന്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ആ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ളത് എഴുതുക എന്നുള്ളതാണ്. അതിന് 10 മാർക്സ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ലാബിൽ കയറി ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് ഇത് ചെയ്യുന്നതിന്റെ ആ ഒരു മാർക്ക്. പിന്നെ വരുന്നത് കണ്ടക്ഷൻ ഓഫ് എക്സ്പെരിമെന്റ്, എക്സിക്യൂഷൻ ഓഫ് വർക്ക്, ട്രബിൾ ഷൂട്ടിംഗ്, പ്രോഗ്രാമിംഗ്. 15 മാർക്സ് ഉണ്ട് ഇതിന്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന്, അതായത് ഇപ്പൊ പ്രോഗ്രാമിംഗ് ലാബ് ആണെന്നുണ്ടെങ്കിലാണ് ഈ ഓർ അൽഗോരിതം എന്ന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മെയിൻലി പ്രൊസീജിയർ എഴുതാനാവും ഉണ്ടാവുക. ഓക്കെ, നമുക്ക് മെയിൻലി പ്രൊസീജിയർ എഴുതാനായിരിക്കും ഉണ്ടാവുക. എന്തൊക്കെയാണ് നിങ്ങളിപ്പോൾ ഒരു എക്സ്പെരിമെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട പ്രൊസീജിയർ ആയിരിക്കും മെയിൻലി നമുക്ക് എഴുതേണ്ടി വരിക. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കണ്ടക്ഷൻ ഓഫ് ദി എക്സ്പെരിമെന്റ് നമുക്ക് 15 മാർക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ വരുന്നത് റിസൾട്ട് വിത്ത് വാലിഡ് ഇന്റർഫറൻസ്, ക്വാളിറ്റി ഓഫ് ദി ഔട്ട്പുട്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഒബ്സർവ് ചെയ്യേണ്ട ഒരു എക്സ്പെരിമെന്റ് ആണ് നമുക്ക് കിട്ടിയത് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഔട്ട്പുട്ട് എത്രത്തോളം റിയൽ ഔട്ട്പുട്ടുമായിട്ട് മാച്ച് ഉണ്ടോ, നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ടീച്ചർ നോട്ട് ചെയ്യും. ആ റിസൾട്ട് അതിന് 10 മാർക്സ് ഉണ്ട്. അപ്പൊ അവിടെ 10, 10, 20, 35 മാർക്കായി അല്ലെ. പിന്നെ വരുന്ന 10 മാർക്ക് എന്ന് പറയുന്നത് വൈവയ്ക്കാണ്. അഗെയിൻ വൈവ വോയിസിന് 10 മാർക്ക് ഉണ്ട്. പിന്നെ വരുന്നത് റെക്കോർഡിനാണ്. നമ്മുടെ ഫെയർ റെക്കോർഡ് ഞാൻ പറഞ്ഞു സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഇന്റേണൽ എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് എന്ന് പറയുന്നത്. എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ റെക്കോർഡ്, ഫൈനൽ സീൽഡ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. സോ അതിന് 5 മാർക്കാണ് ഉള്ളത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ വർക്ക്ഷോപ്പിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തത് വരുന്നത് അറ്റൻഡൻസ് ആണ്. എന്തുകൊണ്ടാണ് ഒരു അറ്റൻഡൻസ് എന്ന് പറയുന്നത് ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നത് ഫോർ എ ബിടെക് സ്റ്റുഡൻസ്? അറ്റൻഡൻസ് ഷോർട്ടേജ് കാരണം അറ്റൻഡൻസ് പ്രോപ്പർ ആയിട്ട് ക്ലാസ്സിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറ്റൻഡൻസ് താനെ കുറയും. അത് നിങ്ങളുടെ എക്സാംസിനെ എഫക്ട് ചെയ്യും. അതെങ്ങനെയാന്നുള്ളത് നോക്കാം. മിനിമം ഒരു സ്റ്റുഡന്റ് ഫൈനൽ എക്സാം എഴുതണമെങ്കിൽ വേണ്ട അറ്റൻഡൻസ് ആണ് 75% എന്ന് പറയുന്നത്. 75% എന്തായാലും എക്സാം എഴുതാൻ വേണ്ട എലിജിബിലിറ്റി അറ്റൻഡൻസ് ആണ്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എല്ലാ ക്ലാസ്സിലും. അപ്പൊ ഓരോ സബ്ജക്റ്റിനും ഇത്രയും അറ്റൻഡൻസ് വേണ്ടി വരും, അല്ലെങ്കിൽ ആ സബ്ജക്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റില്ല. ഇനി അടുത്തത് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ്. അപ്പൊ ഈ പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് കോൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് ക്ലിയർ ആവും. പിന്നെന്താണ്, ഇന്റേണൽ മാർക്സിനെ നമുക്കത് എഫക്ട് ചെയ്യും. പിന്നെന്താണ്, ഫാക്കൽറ്റീസുമായിട്ടുള്ള ഇന്ററാക്ഷൻ കൂടും. നിങ്ങളിപ്പോ റെഗുലർ ആയിട്ട് ഒരു ക്ലാസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഫാക്കൽറ്റിക്ക് മനസ്സിലാവും നിങ്ങൾ ഈ ക്ലാസ്സിൽ പ്രോപ്പർ ആയിട്ട് വരുന്ന ഒരു കുട്ടിയാണ്, സോ ഇവൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഇവൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണെന്നുള്ളത് ഫാക്കൽറ്റിക്ക് ഒരു തോന്നൽ വരും. സോ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഇതൊക്കെ മെറ്റീരിയലിസ്റ്റിക് ഫാക്ടേഴ്സ് അല്ല, പകരം എന്താണ് കുറച്ചും കൂടി ഇപ്പൊ ഏതൊരു മനുഷ്യനായാലും നമ്മൾ ഡെയിലി സംസാരിക്കുന്ന ഒരാളായിട്ടുള്ള കണക്ഷൻ ആയിരിക്കില്ല
ഡെയിലി കാണാത്ത ഒരാളുമായിട്ട് ഉണ്ടാവുക അല്ലെ. സോ അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കലി അപ്പിയർ ആവുമ്പോൾ അവിടെ ആ ഒരു ഫാക്കൽറ്റിയുമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ കൂടുകയാണ് ചെയ്യുക. ഇനി ബിൽഡ്സ് ഡിസിപ്ലിൻ ആൻഡ് പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ടൈമിലി ഡെയിലി വരിക എന്നൊക്കെ പറയുന്നത് ഒരു പ്രൊഫഷണൽ രീതിയാണ്. അല്ലാതെ എന്നും ലീവ് എടുക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ അവരെ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ എന്താണ്, ഒരു പ്രൊഫഷണലിസം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അതിനനുസരിച്ച് പഠിച്ചു പോവുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആസ് എ സ്റ്റുഡന്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. പിന്നെ ഇതില് 75% വേണമെന്ന് പറഞ്ഞു. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് 60% to 75% വരെയാണ് നിങ്ങളുടെ അറ്റൻഡൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് 2 സെമസ്റ്ററിൽ നമുക്ക് എന്തിടാം, നമുക്ക് സർട്ടിഫിക്കറ്റ് വെക്കാം. അപ്പൊ അതായത് ഈ അറ്റൻഡൻസ് 75% ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെക്കാൻ വേണ്ടി പറ്റും. അത് 2 തവണ ഒരു സെമസ്റ്ററിൽ, മീൻസ് 2 പ്രാവശ്യമേ ഒരു ഇയറിൽ വെക്കാൻ വേണ്ടി പറ്റും. 2 പ്രാവശ്യം എന്ന് വെച്ചാൽ 2 സെമസ്റ്ററിലായിട്ട് നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അറ്റൻഡൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണോ. ഇനി ഇതിന്റെ മാർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. അറ്റൻഡൻസിന് 5 മാർക്ക് എന്ന് പറഞ്ഞു ഓരോ സബ്ജക്റ്റിലും. അപ്പൊ അതിന്റെ മാർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. 80 to 100%, 85% മുകളിലാണെന്നുണ്ടെങ്കിൽ 5 മാർക്ക് കിട്ടും. 80 above to 85% വരെയാണെങ്കിൽ 4 മാർക്ക്. 75% to 80% വരെയാണെന്നുണ്ടെങ്കിൽ 3 മാർക്സ്. 70 to 75% ആണെന്നുണ്ടെങ്കിൽ 2 മാർക്ക്. 60 to 70% ആണെന്നുണ്ടെങ്കിൽ 1 മാർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 75% മിനിമം വേണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 3 മാർക്സ് വരെ കിട്ടും. ഇവിടെ കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സബ്മിറ്റ് ചെയ്യാം, കോളേജ് പെർമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോളേജിന്റെ ഫാക്കൽറ്റീസ് ആൻഡ് കൺസേൺ പ്രിൻസിപ്പൽ നിങ്ങൾക്ക് പെർമിഷൻ തരുവാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ വാലിഡ് റീസൺ കൊണ്ട് മാത്രം നമുക്ക് 2 സെമസ്റ്ററിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് അറ്റൻഡൻസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. 75%ലേക്ക് അവരത് ചേഞ്ച് ചെയ്ത് തരും. സോ അങ്ങനെ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ അറ്റൻഡൻസ് മോഡിഫൈഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ മാർക്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു മാർക്ക് സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത്. 70 to 75% വരെ 2 മാർക്സ്, 60 to 70% വരെ 1 മാർക്ക്. അപ്പൊ ഇനി ബിലോ 60% ആണെന്നുണ്ടെങ്കിലോ 0 മാർക്കാണ്, അവർക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ മിനിമം അറ്റൻഡൻസ് മാർക്കാണ് 0 എന്ന് പറയുന്നത്. അതായത് അറ്റൻഡൻസ് പെർസെൻറ്റേജ് ആണ് 60% എന്ന് പറയുന്നത്. 60% താഴെ പോയാൽ പിന്നെ ആർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് അറ്റൻഡൻസിനെ പറ്റി പറയാനുള്ളത്. ഇനിയാണ് പുതുതായിട്ട് നമ്മളിപ്പോ ജൂലൈയിലെ സർക്കുലർ വന്നതാണ് ഇയർ ഔട്ട് ക്രൈറ്റീരിയ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇയർ ഔട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ ഇവിടെ നോക്കാം. നിങ്ങൾ മിനിമം ക്യുമുലേറ്റീവ് റിക്വയർഡ് റെഗുലർ ഫോർ ബിടെക് സ്റ്റുഡൻസ്, അതുപോലെ ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിനും ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിന്, അതായത് ലാറ്ററൽ എൻട്രി അല്ലാത്ത ലാറ്ററൽ എൻട്രി ഓപ്ഷൻ ഉണ്ട്. S3 നിങ്ങളുടെ കൂടെ ലെറ്റിന് ഡിപ്ലോമ കഴിഞ്ഞു വന്ന കുട്ടികൾ വരും. അവരല്ലാത്ത എന്താണ് ബാക്കി റെഗുലർ ആയിട്ട് പോകുന്ന നിങ്ങളുടെ S1 S3 നിങ്ങളുടെ ക്ലാസ്സിൽ, നിങ്ങളുടെ കോളേജിൽ ഇപ്പോഴത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ ഒരു ക്രെഡിറ്റ്സ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓരോ സബ്ജക്റ്റിന്റെയും 4, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ക്രെഡിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സബ്ജക്ട് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത്. അപ്പൊ അതില് നിങ്ങളുടെ ഓരോ സെമസ്റ്ററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൊത്തം 8 സെമസ്റ്റർ ആണുള്ളത്. 8 സെമസ്റ്ററിലായിട്ട് ഓരോ സെമസ്റ്ററിലും ഉള്ള സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സെമസ്റ്ററിൽ 20 ക്രെഡിറ്റ്, സെക്കൻഡ് സെമസ്റ്ററിൽ 24, തേർഡ് സെമസ്റ്ററിൽ 25, 24, 23, 23, 17, 11. ഇത്രയും ക്രെഡിറ്റ്സ് ആണ് സബ്ജക്ട് നമുക്ക് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഓരോ സെമസ്റ്ററിലും ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് ക്യുമുലേറ്റീവ് ക്രെഡിറ്റാ. ഇവിടെ 20 കിട്ടി, രണ്ടാമത്തെ സെമസ്റ്ററിൽ 24 അപ്പൊ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 44, ഈ 25 കൂടി ആഡ് ചെയ്തിട്ട് 69. അങ്ങനെ ക്യുമുലേറ്റീവ് ക്രെഡിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇനി ഇതിന്റെ മിനിമം ക്രെഡിറ്റ് പോയിന്റ്, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എക്സാം എഴുതി ഈ മിനിമം ക്രെഡിറ്റ് പോയിന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് പോകാൻ പറ്റൂല എന്നില്ല. ഇവിടെ നോട്ട് അപ്ലിക്കബിൾ ആണ്. ഇനി സെക്കൻഡ് ഇയറിൽ നിങ്ങൾ എക്സാം എഴുതി ഈ 44 എന്ന് പറയുന്ന ഈ ക്യുമുലേറ്റീവ് ക്രെഡിറ്റ് പോയിന്റ് വേണമെന്ന് നിർബന്ധിച്ച് പറയുന്നില്ല. ഓക്കെ.
ഇവിടെയും അതെന്താണ് അപ്ലിക്കബിൾ അല്ല. തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾ എക്സാം എഴുതി, ഇവിടെയും ഇമ്പോർട്ടൻ്റ് അല്ല. അങ്ങനെ നിങ്ങൾ ഫോർത്ത് സെമസ്റ്ററിൽ എത്തി, ഇവിടെയും ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഫിഫ്ത്ത് സെമസ്റ്ററിലേക്ക് നിങ്ങൾക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ക്രെഡിറ്റ് പോയിന്റ് വേണം, 18 ക്രെഡിറ്റ് പോയിന്റ് വേണം ഫ്രം S1 ആൻഡ് S2. അതായത് ഇത്രയും സെമസ്റ്റർ നിങ്ങൾ പഠിച്ചു, അതില് ഫസ്റ്റ് 2 സെമസ്റ്ററിൽ നോക്കും. ഫസ്റ്റ് 2 സെമസ്റ്ററിൽ 44 ക്രെഡിറ്റ് പോയിന്റ് ആണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. ആ 44 ക്രെഡിറ്റ് പോയിന്റിൽ നമുക്ക് എത്ര മതിയടാ? വെറും 18 ക്രെഡിറ്റ് പോയിന്റ് മതി S5ലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ S5ൽ ഇരിക്കാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? സോ ആ മിനിമം ക്രെഡിറ്റ് പോയിന്റ് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. 44 ക്രെഡിറ്റ് പോയിന്റ് നമുക്ക് ഉണ്ടാക്കാം. ലാബിന് ക്രെഡിറ്റ് പോയിന്റ് ഉണ്ട്, ഒരു ക്രെഡിറ്റ് പോയിന്റ് ഉണ്ട്. പിന്നെ നമുക്കറിയാം അതർ സബ്ജക്ട്സ് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ, ഈ 2 സെമസ്റ്ററിലുള്ള മോസ്റ്റ് സബ്ജക്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടും. ഇനിയും അതായത് നമ്മൾ അതുപോലെ തന്നെ ഈ തേർഡ് സെമസ്റ്റർ എഴുതുന്ന സമയത്തും ഫോർത്ത് സെമസ്റ്റർ എഴുതുന്ന സമയത്തും ഒക്കെ നമുക്ക് എന്താ സപ്ലിമെന്ററി എക്സാംസ് വരുന്നുണ്ട്. അതിൽ ക്ലിയർ ചെയ്താലും മതി. അങ്ങനെ ആ ഒരു 18 ക്രെഡിറ്റ് പോയിന്റ് ഉണ്ടാക്കിയാൽ മതി. ക്ലിയർ അല്ലേ? ഇനി ഈ സമയത്തൊന്നും ഇവിടെ നോക്കൂ, ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന് ഇത് അപ്ലിക്കബിൾ അല്ല കേട്ടോ. ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസ് ഈ തേർഡ് സെമസ്റ്ററിലായിരിക്കും വരിക, അവർക്ക് ഇത് അപ്ലിക്കബിൾ അല്ല. ഇനി നിങ്ങൾ ഈ 18 ക്രെഡിറ്റ് പോയിന്റോട് കൂടിയിട്ട് നിങ്ങൾ S5ൽ എത്തിയെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 6th സെമസ്റ്ററിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, എത്ര ക്രെഡിറ്റ് ആണെങ്കിലും സപ്ലി ഉണ്ടെങ്കിലും പ്രശ്നമില്ല. പക്ഷെ 7th സെമസ്റ്ററിൽ എത്തുന്ന സമയത്താണ് പിന്നെയും ചെക്ക് ചെയ്യുക. 37 ക്രെഡിറ്റ് പോയിന്റ്സ് വേണം S1 മുതൽ S4 വരെയുള്ള സമയത്ത്. അതായത് ഈ 4 സെം നോക്കും. 93 ക്രെഡിറ്റ് പോയിന്റ് നമുക്ക് ടോട്ടൽ നേടാൻ വേണ്ടി പറ്റും. അതിൽ വെറും 37 ക്രെഡിറ്റ് പോയിന്റ് നേടിയാൽ മതി. ലാബുകൾ കുറെ വരുന്നുണ്ട്, ആൻഡ് കുറെ ലാബുകൾ വരുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക്. അപ്പൊ അതിൽ നിന്നൊക്കെ സ്കോർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സബ്ജക്ട്സ് വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ 37 എന്ന് പറയുന്നത്. 18 ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി 19 സ്കോർ ചെയ്താൽ മതി ഇവിടെ. അതായത് ഇവിടെ 2നും 18 ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ 3 സെമസ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് ഈ 19 സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിൾ അല്ലേ? അങ്ങനെ ഈ ഒരു ഇയർ ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടല്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതന്നെ ഉള്ളൂ. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇനി 8th സെമസ്റ്ററിൽ എന്ന് പറയുന്നത് ഇവിടെയും കുഴപ്പമില്ല, സീനില്ല. ഇനി S3യിൽ കയറിയ ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന് ഈ 3rd and 4th സെമസ്റ്ററിൽ 15 ക്രെഡിറ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത്രയാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ഇയർ ഔട്ട് ക്രൈറ്റീരിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ നിങ്ങൾ ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്ത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു, അപ്പൊ 20 ക്രെഡിറ്റ് ആണ് നമുക്ക് ടോട്ടലി കിട്ടേണ്ടത്. അതിൽ നിങ്ങൾ എത്ര സബ്ജക്ട് പാസ്സായി? ഒരു സബ്ജക്ട് പാസ് ആയിട്ടുള്ള ഒരു 4 ക്രെഡിറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആ 4 ക്രെഡിറ്റേ നിങ്ങൾക്ക് അവിടെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ ശ്രദ്ധിക്കണം. അങ്ങനെ ഓരോ സെമസ്റ്റർ, ഈ 2 സെമസ്റ്ററിലും ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുക, 18 ആക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും എത്ര ക്രെഡിറ്റ് കിട്ടി, എത്ര എണ്ണം പാസ്സായി എന്നുള്ളത് കൗണ്ട് ചെയ്ത് ശ്രദ്ധിച്ച് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഇയർ ഔട്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് അല്ലാതെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് എന്തുണ്ട്? ആക്ടിവിറ്റി പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ KTU ബേസിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് 3 രീതിയിൽ നമുക്ക് ക്രെഡിറ്റ്സ് ആക്ടിവിറ്റി പോയിന്റ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ആക്ടിവിറ്റി പോയിന്റ്സ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് നോക്കാം. 3 തരത്തിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അതില് ഓരോന്നിനും 40 ക്രെഡിറ്റ് പോയിന്റ് വീതമാണ് കിട്ടുക. ഓക്കെ, ഓരോന്നിനും 40 ക്രെഡിറ്റ് പോയിന്റ് വീതമാണ് ഉള്ളത്. 40 ആക്ടിവിറ്റി പോയിന്റ്സ് വീതമാണ് ഉള്ളത്. അപ്പൊ 3 ക്രെഡിറ്റ് ആണ് ടോട്ടൽ നമുക്ക് കിട്ടുക. മിനിമം ക്രെഡിറ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് 3 ക്രെഡിറ്റ്. അതായത് 40 പോയിന്റ്സ് കിട്ടും. ഓരോ 40 പോയിന്റിനും ഓരോ ക്രെഡിറ്റ് വീതം കിട്ടും. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് 60 പോയിന്റ് കിട്ടിയെന്ന് വിചാരിച്ചോ. നിങ്ങൾ ഇപ്പൊ ഞാൻ പറയാണ്, ഗ്രൂപ്പ് 1ലാണെന്നുണ്ടെങ്കിൽ NSS, NCC, NSO, പിന്നെ വരുന്നത് ആർട്സ്, സ്പോർട്സ് ഓർ ഗെയിംസ്, പിന്നെ യൂണിയൻ ഓർ ക്ലബ് ആക്ടിവിറ്റീസ്. ഇപ്പൊ നിങ്ങൾ ഇതിൽ എല്ലാത്തിലും ഏതിലെങ്കിലൊക്കെ ജോയിൻ ചെയ്തിട്ട് 40നേക്കാളും കൂടുതൽ ക്രെഡിറ്റ് ആക്ടിവിറ്റി പോയിന്റ്സ് വാങ്ങിയെന്ന് വിചാരിച്ചോ. അപ്പോഴും നിങ്ങൾക്ക് 1 ക്രെഡിറ്റേ ഉള്ളൂ. ഓരോന്നിനും ഓരോ ക്രെഡിറ്റ് പോയിന്റ്സ് വീതവും കിട്ടുക. അതാണ് ഗ്രൂപ്പ് 1ന്റെ കേസ്. ഇനി ഗ്രൂപ്പ് 2ൽ എങ്ങനെയൊക്കെയാണ് ഈ 1 ക്രെഡിറ്റ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് 40 ആക്ടിവിറ്റി പോയിന്റ്സ് നേടാം എന്നുള്ളത് നോക്കാം. ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കേഷൻ
IELTS അതുപോലെ BEC തുടങ്ങിയിട്ടുള്ള TOEFL തുടങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് പ്രൊഫഷൻസി കോഴ്സുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി പോയിന്റ്സ് കിട്ടും. ആപ്റ്റിറ്റ്യൂഡ് പ്രൊഫഷൻസി സർട്ടിഫിക്കേഷൻ ആയിട്ടുള്ള GRE, CAT, GMAT തുടങ്ങിയിട്ടുള്ള എക്സാംസ് ക്വാളിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ വാലിഡ് ഗേറ്റ് സ്കോർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ആക്ടിവിറ്റി പോയിന്റ്സ് കിട്ടും. പിന്നെ ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ് മിനിമം 2 വീക്സ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടും. പിന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ ട്രെയിനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 വീക്ക് കിട്ടും. കോൺഫറൻസ് പേപ്പർ പ്രസന്റേഷൻ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ആക്ടിവിറ്റീസ്, പ്രൊഫഷണൽ ബോഡി ആക്ടിവിറ്റീസ്, പാർട്ടിസിപ്പേഷൻ ഇൻ യൂണിവേഴ്സിറ്റി ലെവൽ, സ്റ്റേറ്റ് ലെവൽ ഓർ നാഷണൽ ലെവൽ ഹാക്കത്തോൺ, ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെയൊക്കെ ആക്ടിവിറ്റി പോയിന്റ്സ് നേടാനുള്ള ചാൻസ് ഉണ്ട്. സോ അവിടെ നിന്ന് ഒരു 40 പോയിന്റ് കിട്ടും. പിന്നെ വരുന്നത് ഗ്രൂപ്പ് 3 ആണ്. ഗ്രൂപ്പ് 3ൽ ആ 1 ക്രെഡിറ്റ്, ദാറ്റ് ഇസ് 40 ആക്ടിവിറ്റി പോയിന്റ്സ് എങ്ങനെയാ കിട്ടുക എന്നുള്ളത് നോക്കാം. ജേർണൽ പബ്ലിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പേറ്റൻസ്, സ്റ്റാർട്ടപ്പ്, ഇന്നോവേഷൻ, വിന്നർ ഓഫ് ദി നാഷണൽ ഓർ ഇന്റർനാഷണൽ ലെവൽ ഹാക്കത്തോൺസ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കില്ലിംഗ് സർട്ടിഫിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ദി യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്കില്ലിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് 40 പോയിന്റ് കിട്ടും. ഓക്കെ, അതിന് 1 ക്രെഡിറ്റ് ആണ് കിട്ടുക. അങ്ങനെ മൊത്തം 3 ക്രെഡിറ്റ് ആണ് ഉണ്ടാവുക. ഇനി ഞാൻ പറഞ്ഞത് റെഗുലർ സ്റ്റുഡൻസിന്റെ ബേസ് ചെയ്തിട്ടാണ്. +1 +2 കഴിഞ്ഞ് വന്ന റെഗുലർ സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ട്. ഇനി അപ്പൊ ഓരോ ഗ്രൂപ്പിനും 40 ക്രെഡിറ്റ് പോയിന്റ് വേണം ഇൻറ്റു 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ക്രെഡിറ്റ് പോയിന്റ്സ് വേണം ഫോർ റെഗുലർ സ്റ്റുഡൻസ്. ഇനി ലെറ്റ് സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലോ ഈ ആക്ടിവിറ്റി പോയിന്റ്സ് അവിടെ 30 മതി. ഇത് 30 മതി, ഇത് 30 മതി, ഇത് 30 മതി. ആ 30 × 3 അങ്ങനെ മൊത്തം 90 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ ആക്ടിവിറ്റി പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ 30 അച്ചീവ് ചെയ്താൽ 1 ക്രെഡിറ്റ് കിട്ടും, ഇതിൽ 30 അച്ചീവ് ചെയ്താൽ 1 ക്രെഡിറ്റ് കിട്ടും, ഇതിന് 30 അച്ചീവ് ചെയ്താൽ 1 ക്രെഡിറ്റ് കിട്ടും. അങ്ങനെ 3 ക്രെഡിറ്റ്സ്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ആക്ടിവിറ്റി പോയിന്റ്സ് അച്ചീവ് ചെയ്യുക, എന്നാലേ നിങ്ങൾ ബിടെക് പാസ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെ. 120 ആക്ടിവിറ്റി പോയിന്റ്സ്, 40 പോയിന്റ്സ് ആണ് പെർ ഗ്രൂപ്പിന് ഉണ്ടാവുക. 3 ആക്ടിവിറ്റി ക്രെഡിറ്റ്സ് ആണ് കിട്ടുക. ഇനി ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 30 പോയിന്റ്സ് ആണ് ഓരോന്നിനും. പിന്നെ 90 ആക്ടിവിറ്റി പോയിന്റ്സ്, 3 ആക്ടിവിറ്റി ക്രെഡിറ്റ്സ് ആണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കീ ടു സക്സസ്. നിങ്ങൾ ബിടെക് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്കൽ കോഴ്സ് പാസ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ക്ലാസ്സസ് മിസ്സാക്കാതെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അത് അറ്റൻഡൻസിന് വേണ്ടി മാത്രമാവരുത്. ഫിസിക്കലി നിങ്ങൾ പ്രസന്റ് ആയാൽ പോരാ, മെന്റലി കൂടെ നിങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ആവണം. നിങ്ങൾ ഒബീഡിയന്റ് ആവണം. നിങ്ങളൊരു പ്രൊഫഷണൽ രീതി ഫോളോ ചെയ്യണം. എന്തിനാ? നമ്മൾ ഈ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത് സബ്ജക്ട്സ് മാത്രമല്ല, നമ്മളൊരു ഓണ്ടർപ്രണർ ആവാൻ പറ്റും. ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു വ്യക്തിയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എത്രത്തോളം പ്രൊഫഷണൽ ആവാൻ പറ്റുമോ അത്രയും ബെറ്ററാ. സോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ക്ലാസ്സിൽ റെഗുലർ ആയിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പർ ആയിട്ട് ചെയ്യുക, ഒബീഡിയന്റ് ആയിട്ട് ചെയ്യുക. ആസ് എ പേഴ്സൺ അത് നിങ്ങൾക്ക് തന്നെയാണ് യൂസ്. നമ്മൾ ഇനി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോളോ ചെയ്യേണ്ട സർട്ടൻ ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഒരു ഭാരമായിട്ട് തോന്നാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിംഗ് ഡേയ്സിൽ അല്ലെങ്കിൽ കോളേജസിൽ തന്നെ ഇത്തരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം. മാനേജ്മെന്റ് സ്കില്ല്, അത്തരത്തിലുള്ള അതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലർലി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനിയിപ്പോ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി മൊഡ്യൂൾ വൈസ് ഓരോ മൊഡ്യൂൾ കഴിഞ്ഞാലും നിങ്ങൾ അത് ഉറപ്പിക്കുക നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. സിലബസുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക, നിങ്ങൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇനി കംപ്ലീറ്റ് നോട്ട് കീപ്പ് ചെയ്യുക. നോട്ട് പൊതുവെ എനിക്കൊക്കെ എന്താ പറയുമ്പോൾ ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോട്ട്സ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു പുതിയ കാര്യം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് എഴുതി വെക്കണം. എക്കാലം നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അല്ലേ? നമ്മൾ ചില പോയിന്റ്സ് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ PPT ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു PDF നോട്ട്സ് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നോട്ട്സ് അതിന് കിട്ടും. പക്ഷെ നമ്മൾ
പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോട്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സർട്ടൻ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് എക്കാലത്തും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം. നിങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എക്സാമിന് അത് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങളുടെ രീതിയിലുള്ള ഒരു നോട്ടാണെന്നുണ്ടെങ്കിൽ അതാണ് എപ്പോഴും നിങ്ങൾക്ക് പഠിക്കാനും വളരെ സിമ്പിള്. ഇനി റിവൈസ് ആഫ്റ്റർ എവറി മൊഡ്യൂൾ, ഓരോ മൊഡ്യൂളിലും കഴിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യാം. റിവിഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമ്മൾ പറയുന്നത്, നമ്മൾ പഠിപ്പിക്കുന്നതും നമ്മൾ കണ്ടിരിക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളത് മറക്കാത്തത്. സോ റിവൈസ് ചെയ്യാം. നിങ്ങൾ എപ്പോഴും ഞാൻ ഇതൊക്കെ പഠിച്ചതാണ് പക്ഷെ എക്സാമിന് മറന്നുപോയി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? നമ്മൾ ഇതിനെ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാത്തത് കൊണ്ടാണ്. സോ റിവൈസ് ചെയ്യാം. ഇനി പ്രാക്ടീസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വായിച്ച് പഠിക്കാതെ എഴുതി തന്നെ പഠിക്കുക, എഴുതി പഠിക്കുക. അല്ലെങ്കിൽ എന്താ, സ്റ്റുഡൻസ് എപ്പോഴും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് സ്റ്റക്കായി, സ്റ്റെപ്പ് പകുതിയിൽ സ്റ്റക്കായി. പക്ഷെ അത് വരാനുള്ള കാരണം എന്താ? നമ്മൾ അത് എപ്പോഴും എഴുതി പഠിക്കാത്തതുകൊണ്ടാടാ. നമ്മൾ അത് എഴുതി അതിന് വേണ്ടിയിട്ട് ഒരു ടൈം കണ്ടെത്തി അത് വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഒരു വട്ടോ 2 വട്ടോ എഴുതിയാൽ പോരാ. നമ്മൾ എക്സാമിന് തലേന്നിരുന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുവാണെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന വേണം. ഓക്കെ, ഇത് ഈ സ്റ്റെപ്പാണ്, ഇക്വേഷൻ ആണ്, അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് പേപ്പറിൽ ചിലപ്പോൾ സ്റ്റക്ക് ആവാം. ഓക്കെ, അപ്പൊ എപ്പോഴും എഴുതി പഠിക്കാം. ഇനി അറ്റൻഡ് ലാബ്സ് റെഗുലർലി. ലാബുകളിലൊക്കെ പ്രോപ്പർ ആയിട്ട് പോവുക, ഡിസിപ്ലിൻഡ് ആയിട്ട് പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രൊഫഷണൽ വേയിൽ നമുക്ക് വളരാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് പ്രിപ്പയർ ബിഫോർ ഇന്റേണൽസ്. ഓരോ ഇന്റേണൽ എക്സാമിനും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്റേണൽ മാർക്ക് കൂടും. അത് നമ്മുടെ ഇന്റേണൽ മാർക്ക് കൂടുന്നത് എന്താ, നമ്മുടെ നെറ്റ് എഫക്റ്റ് നമ്മുടെ 40% ഓഫ് ദി എക്സ്റ്റേണൽ എക്സാമിനേഷന്റെ ആ ഒരു സംഭവം കിട്ടിയാലും നമുക്ക് എന്താ, ഇന്റേണൽ കൂടുതലുള്ളത് കൊണ്ട് 100ൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്റേണൽ മാർക്ക് പ്രോപ്പർ ആയിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, അസൈൻമെന്റ് ഒക്കെ വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ എന്താടാ, നല്ലൊരു ഇന്റേണൽ മാർക്കും നല്ലൊരു എക്സ്റ്റേണൽ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ മാർക്കും സ്കോർ ചെയ്ത് നല്ലൊരു സ്കോറിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ നമുക്ക് സബ്ജക്റ്റും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഗ്രൂപ്പ് ബിക്കാരുടെ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് എന്നുള്ളതിന്റെ ഒക്കെ ബേസിസിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു നിങ്ങളുടെ ഒരു ജേർണി എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാടാ, കോണ്ടാക്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.